Hi everybody, AEC, English Language Skills for Sciences, second module, second chapter, the dangers of climate change. So, when we come to this chapter, it's clear that this chapter is an excerpt from Cosmos published in 1980 by Carl Sagan. So, 1980 published ചെയ്ത Cosmos എന്ന് പറയുന്ന ഒരു ബുക്ക്, and it was written by Carl Sagan. So who was Carl Sagan? First of all, who was Carl Sagan? Carl Sagan, he was a famous American astronomer, physicist and a science communicator. So അദ്ദേഹം എഴുതി 1980 പബ്ലിഷ് ചെയ്ത കോസ്മോസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ നിന്ന് എടുത്ത ഒരു കുഞ്ഞു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച്. ഇനി ആ ഹെഡിങ്ങിലേക്ക്, ആ ടൈറ്റിലേക്ക് വരുമ്പോൾ ക്ലൈമാറ്റ് ചേഞ്ച് എന്താണ്? ഈ ക്ലൈമാറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Climate change, it means it's a long-term shift in temperature and weather patterns. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച, അതായത് ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിമിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ച രണ്ട് വാക്കുകളിൽ ഒന്നായിരുന്നു ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്, ക്ലൈമാറ്റ് ചേഞ്ചിന് കാരണമാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു വെച്ച കാര്യമാണ്, അല്ലേ? ഈ ഡീഫോറസ്ട്രേഷൻ മാത്രമാണോ ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമാറ്റ് ചേഞ്ചിനും ഒക്കെ കാരണമാവുന്നത്? നോ, ഒരിക്കലും അല്ല. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട്, ഒരുപാട് ഫാക്ടറികളുണ്ട്, അല്ലേ? അവിടെ നിന്നൊക്കെ പുറത്തു പോകുന്ന പുക, ഇതൊക്കെ അങ്ങനെ ഒട്ടനവധി ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിന് അതല്ലെങ്കിൽ ക്ലൈമാറ്റ് ചേഞ്ചിന് കാരണമാകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒട്ടനവധി ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച്, അതല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച്. ഈ ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ ഒരു ആഘാതം, അതിനൊരു കോൺസിക്വൻസ്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സ്പേസാണ് ഈ പറയുന്ന ചാപ്റ്റർ, ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച്. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിൽ നിന്നും അറിയാം. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ദി ചാപ്റ്റർ. സി, ആദ്യത്തെ സെഷനിൽ പറയുന്നത് ദ സ്ഫിങ്സ്, part human and part lion, was built over 5,500 years ago. Its once clear face is now worn down by sand and rain. നോക്കൂ, ആദ്യം തന്നെ സ്ഫിങ്സിനെ കുറിച്ച് പറയുകയാണ്. അതായത് പകുതി മനുഷ്യൻ്റെ ശരീരവും പകുതി സിംഹത്തിൻ്റെ ശരീരവുമായിട്ടുള്ള ഒരു സ്റ്റാച്യു സ്ഫിങ്സ്. അത് 5500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു സ്റ്റാച്യു ആണ്. ഇറ്റ്സ് വൺസ് ക്ലിയർ, പണ്ടൊരിക്കലും അത് ക്ലിയർ ഫേസ് ആയിരുന്നു. ബട്ട് ഈസ് നൗ വോൺ ഡൗൺ ബൈ സാൻഡ് ആൻഡ് റെയിൻ. ഇപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഈ പറയുന്ന സാൻഡും അതുപോലെ തന്നെ റെയിനും ഒക്കെ കാരണം അതിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ന്യൂയോർക്ക് സിറ്റി, ക്ലിയോപാട്രാസ് നീഡിൽ ആൻഡ് ഒബെലിസ്ക്. ഈ ഒബെലിസ്ക് എന്ന് പറയുന്നത് അതൊരു സ്മാരക സ്തംഭം, അതിനെയാണ് നമ്മൾ ഈ ഒബെലിസ്ക് എന്ന് പറയുക. സോ ക്ലിയോപാട്രാസ് നീഡിൽ ആൻഡ് ഒബെലിസ്ക് ഫ്രം ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്തിലുള്ളൊരു സ്മാരക സ്തംഭത്തിനെ കുറിച്ച് പറയുന്നു, ക്ലിയോപാട്രാസ് നീഡിൽ. ആൻഡ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഇൻസ്ക്രിപ്ഷൻസ് ഡ്യൂ ടു സ്മോക്ക് ആൻഡ് പൊല്യൂഷൻ ഇൻ ജസ്റ്റ് എ സെഞ്ചുറി. അവിടെയും ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ സ്മോഗും പൊല്യൂഷനും ഒക്കെ കാരണം അതിൻ്റെ ഇൻസ്ക്രിപ്ഷനൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇൻ ജസ്റ്റ് എ സെഞ്ചുറി, ഒരു സെഞ്ചുറി കൊണ്ട് അത് ഇത്രയും നശിച്ച് ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എറോഷൻ ഓൺ എർത്ത് ഗ്രാജ്വലി എറേസസ് ഡീറ്റെയിൽസ്. ഈ പറയുന്നത് പോലെ തന്നെ മണ്ണൊലിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഭൂമിയിലെ അടയാളങ്ങളെയൊക്കെ മായ്ച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓഫൻ ഗോയിങ് അൺനോട്ടീസ്ഡ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നു പോലുമില്ല. ആൻഡ് ലാർജ് സ്ട്രക്ചേഴ്സ് ലൈക്ക് മൗണ്ടെയ്ൻസ് ക്യാൻ ലാസ്റ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. സോ വലിയ പർവ്വതങ്ങളെപ്പോലെയുള്ള നിർമ്മിതികളൊക്കെ അതിനൊക്കെ ഒരു മില്യൺ ഓഫ് ഇയേഴ്സ് അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വൈൽ സ്മാളർ വൺസ് ലാസ്റ്റ് അബൌട്ട് 100,000 ഇയേഴ്സ്. പക്ഷേ ചെറിയ നിർമ്മിതികളാണ് എങ്കിൽ 100,000 ഇയേഴ്സ് മാത്രമായിരിക്കും അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതും ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലോ ഇറ്റ് ലാസ്റ്റ് തൗസൻഡ്സ്, അത് ജസ്റ്റ് തൗസൻഡ്സ്. അതായത് അതിൻ്റെ ഒരു സർവൈവൽ പീരിയഡ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ടൈം, ഡ്യൂറേഷൻ, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്ര വലിയ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ് എങ്കിൽ പോലും അത് ഇപ്പോൾ പ്രകൃതിയിൽ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ പ്രകൃതി അതിനെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ ക്ലൈമാറ്റ് ചേഞ്ച്, പ്രതീക്ഷിക്കാതെയുള്ള മഴകൾ, വെയിൽ, പൊടി, പുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമായതും അല്ലാത്തതുമായ എല്ലാ അടയാളങ്ങളെയും, ഭൂമിയിലുള്ള എല്ലാ അടയാളങ്ങളെയും മായ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. Across the solar system, evidence of sudden destruction exists alongside slow changes. നമുക്ക് നമ്മുടെ ഭൂമി പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം അല്ലേ? ഭൂമി മാത്രമല്ല, നമ്മുടെ സോളാർ സിസ്റ്റവും ഒരു സ്ലോ ചേഞ്ചസോട് കൂടിയിട്ട് അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് സ്ലോ ചേഞ്ച്, ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ചേഞ്ച് മാത്രമല്ല, പിന്നെയോ സഡൻ ഡിസ്ട്രക്ഷനും സംഭവിക്കുന്നുണ്ട്. പതുക്കെ കാലങ്ങളായിട്ട് ടൈം എടുത്ത് ഉള്ള നാശം അത് മാത്രമല്ല, അല്ലാതെയും പെട്ടെന്നുള്ള നാശത്തിലേക്കും ഇപ്പോൾ വഴിതെളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഓൺ എർത്ത് റെയിൻ ക്രിയേറ്റ്സ് റിവേഴ്സ് ആൻഡ് ബേസിൻസ്. Mars has traces of all rivers, and Jupiter's moon shows channels made by liquid sulfur. So on Earth, rain creates rivers and basins. ഭൂമിയിൽ മഴ പുഴകളെയും അതുപോലെ തന്നെ ബേസിൻസ്, നദീതട പ്രദേശങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. മാർസ് ഹാസ് ട്രേസസ് ഓഫ് ഓൾഡ് റിവേഴ്സ്. ഈ മാർസിലാവട്ടെ പണ്ടൊരിക്കൽ പുഴകളൊക്കെ ഒഴുകിയിരുന്നതിൻ്റെ ട്രേസസ്, അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ജുപ്പിറ്റേഴ്സ് മൂൺ ഷോസ് ചാനൽസ് മെയ്ഡ് ബൈ ലിക്വിഡ് സൾഫർ. ജുപ്പിറ്ററിലാവട്ടെ ഈ പറയുന്ന ലിക്വിഡ് സൾഫർ അത് ഉണ്ടാക്കിയ ചാനൽസ്, നീർച്ചാലുകൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊരിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നാണ് അർത്ഥം. അതായത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പലതിനും നാശങ്ങൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നു. വെതർ സിസ്റ്റംസ് എഫക്റ്റ് ഓൾ ദീസ് പ്ലാനറ്റ്സ്. അപ്പോൾ എല്ലാ പ്ലാനറ്റുകളെയും എഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് വെതർ സിസ്റ്റമാണെന്ന് പറയുകയാണ്. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, പ്രശ്നങ്ങളാണ്. ആൻഡ് വിത്ത് സ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ് പ്രസൻറ്റ് ഓൺ എർത്ത്, മാർസ്, ജൂപ്പിറ്റർ ആൻഡ് വീനസ്. അതുപോലെ തന്നെ സ്റ്റോം, കൊടുങ്കാറ്റ്, ലൈറ്റ്നിങ്ങും എല്ലാം ഈ പറയുന്ന എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, വീനസ് തുടങ്ങിയ ഗ്രഹങ്ങളിലൊക്കെ ഉണ്ട്. അതിനൊക്കെ കാരണമാവുന്നത് ഈ പറയുന്ന വെതർ സിസ്റ്റം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ചസ് ആണെന്ന് പറയുകയാണ്. വോൾക്കാനോസ് റിലീസ് ഡെബ്രിസ് എന്ന് പറയുന്നത് ഈ ചെറിയ പാറക്കഷ്ണങ്ങളൊക്കെ മറ്റുണ്ടല്ലോ, ഈ വോൾക്കാനോ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ. ആൻഡ് ഇൻ ടു ദയർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രഹങ്ങളിലൊക്കെ ഈ പറയുന്ന വോൾക്കാനോസൊക്കെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചിന്നിച്ചെതറി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ജിയോളജിക്കൽ പ്രോസസ്സസ് സ്ലോലി ചേഞ്ച് സർഫസ് ഓൺ വീനസ്, മാർസ്, ഗാനിമേഡ്, യൂറോപ്പ ആൻഡ് എർത്ത്. അതായത് ഈ പറയുന്ന വീനസ്, മാർസ്, ഗാനിമേഡ്, യൂറോപ്പ ആൻഡ് എർത്ത് ഇവിടങ്ങളിലൊക്കെ ജിയോളജിക്കൽ പ്രോസസ്സുകളും പതുക്കെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ മഞ്ഞുമലകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ഗ്ലേസിയേഴ്സ് എന്ന് പറയുക. റീഷേപ്പ് ലാൻഡ്സ്കേപ്സ് ഓവർ ടൈം. മഞ്ഞുമലകളാവട്ടെ അതിപ്പോൾ കാലങ്ങളായിട്ടെടുത്ത് അതിൻ്റെ ഈ ടെമ്പറേച്ചറൊക്കെ കൂടുന്നത് കാരണം അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി, അതായത് മഞ്ഞുരുകാൻ തുടങ്ങി എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, മച്ച് ഓഫ് യൂറോപ്പ് വാസ് വൺസ് ഐസ് കവേർഡ്. അപ്പോൾ യൂറോപ്പിലെ ഒരു വലിയൊരു വിഭാഗവും പണ്ട് ഐസ് കവേർഡ് ആയിരുന്നു, ഇന്ന് അങ്ങനെയല്ല എന്ന് പറയുകയാണ്. ആൻഡ് ചിക്കാഗോ വാസ് ബറീഡ് അണ്ടർ 3 kilometers ഓഫ് ഐസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അപ്പോൾ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിക്കാഗോ അവിടെ മൊത്തം എന്തായിരുന്നു? കിലോമീറ്റർ കണക്കിന് ഐസായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ ഉരുകി ഇല്ലാണ്ടായി പോയി എന്ന് പറയുകയാണ്. അതായത് അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. നമ്മുടെ വേൾഡിൽ ടെമ്പറേച്ചർ, സൂര്യതാപം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാനാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, Mars and other places in the solar system show signs of ancient landscapes shaped by different climates. നോക്കൂ, മാർസിലും അതുപോലെ തന്നെ ഈ സൗരയൂഥത്തിലെ സോളാർ സിസ്റ്റത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളിലും മറ്റിടങ്ങളിലുമെല്ലാം ഈ ലാൻഡ്സ്കേപ്സ്, ആ ഗ്രഹങ്ങളുടെ ലാൻഡ്സ്കേപ്സിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ പറയുന്ന ക്ലൈമാറ്റ് ചേഞ്ച് കാരണം, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലൈമാറ്റ് കാരണം അതിന് ലാൻഡ്സ്കേപ്സിലൊക്കെ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടയാളങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. Earth, like Venus, has a greenhouse effect from carbon dioxide and water vapor, which keeps it warm enough for life. അപ്പോൾ ഈ വീനസ് എന്നുള്ള ഗ്രഹത്തിലും എർത്തിൻ്റെ പോലെ തന്നെ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് കീപ്സ് വാം ഇനഫ് ഫോർ ലൈഫ്.
സോ നമ്മളുടെ ഒരു സർവൈവൽ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു ലോങ് ലാസ്റ്റ് ആക്കി മാറ്റാനൊക്കെ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. പക്ഷേ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എല്ലാം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് മുതൽക്കേ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ഉപരിതലവുമായിക്ക് ബന്ധപ്പെട്ട് ഓസോൺ പാളി, ആ ഓസോൺ പാളിക്ക് ഇപ്പോൾ വിള്ളലേറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിള്ളലേൽക്കാനുള്ള കാരണം ഈ പറയുന്ന പോലെ ഗ്ലോബൽ വാർമിങ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഡീഫോറസ്ട്രേഷൻ തുടങ്ങിയവയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഓസോൺ പാളിക്ക് വിള്ളലേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അൾട്രാ വയലറ്റ് രശ്മികൾ പ്രവേശിക്കും. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന ക്ലൈമാറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകും എന്ന് പറയുകയാണ്. ഇഫ് എർത്ത് വേർ ക്ലോസർ ടു ദ സൺ ഇറ്റ് കുഡ് ഹീറ്റ് അപ്പ് റിലീസിങ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പൊട്ടൻഷ്യലി കോസിങ് എക്സ്ട്രീം വാർമിംഗ് ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഓൺ വീനസ്. അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് കുറച്ചുകൂടി സൂര്യനോട് അടുത്തായിരുന്നുവെങ്കിൽ അതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. പല രീതിയിലും അത് ഹാംഫുള്ളായിരിക്കും, നമ്മുടെ ലൈഫിന് അതൊരു ത്രെട്ടായിട്ട് മാറും എന്ന് പറയുകയാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഓൺ വീനസിൽ സംഭവിച്ചതുപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ റിലീസ് ചെയ്യുന്നതിനും അതുവഴി നാശങ്ങൾ വരുത്തി വയ്ക്കുന്നതിനും ഒക്കെ അത് കാരണമാകും എന്ന് പറയുകയാണ്. നെക്സ്റ്റ്, അവർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി റിലൈസ് ഓൺ ഫോസിൽ ഫ്യൂൽസ് വിച്ച് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ പൊല്യൂട്ടൻസ് ഇൻ ടു ദ എയർ, റേസിംഗ് കൺസേൺസ് അബൌട്ട് ക്ലൈമാറ്റ് ചേഞ്ച്. ഈ ക്ലൈമാറ്റ് ചേഞ്ചിന് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഈ ഫോസിൽ ഫ്യൂൽസ്, ഇന്ധനങ്ങൾ, പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുകകൾ, ഇതെല്ലാം ഈ പറയുന്നത് പോലെ ക്ലൈമാറ്റ് ചേഞ്ചിന് കാരണമാകും എന്ന് പറയുകയാണ്. ഈവൻ സ്മോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ് ക്യാൻ ലീഡ് ടു സീരിയസ് പ്രോബ്ലംസ്. ചെറിയൊരു തോതിൽ ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ വരെ അത് സീരിയസ് പ്രോബ്ലമായിട്ട് മാറും എന്ന് പറയുകയാണ്. ആൻഡ് വി ഓൾസോ ഹാം ദ ക്ലൈമാറ്റ് ബൈ ഡീഫോറസ്റ്റിംഗ് ആൻഡ് ഓവർഗ്രേസിംഗ് ലാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം, അതുപോലെ തന്നെ ഓവർ ഗ്രേസിംഗ് ലാൻഡ്. എന്താണ് ഈ ഓവർ ഗ്രേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റൊക്കെ കൈയടക്കി അതല്ലെങ്കിൽ അത് കന്നുകാലികളെ മേയ്ക്കുന്നതിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ആൻഡ് വിച്ച് റിഡ്യൂസസ് സൺലൈറ്റ് അബ്സോർപ്ഷൻ ആൻഡ് മേ കൂൾ ദ പ്ലാനറ്റ്. സോ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലെ മണ്ണിലെ പച്ചപ്പും ചെടികളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ സൺലൈറ്റ് അബ്സോർപ്ഷനെ അത് ബാധിക്കുമെന്ന് പറയുകയാണ്. ഇറ്റ് റെഡ്യൂസസ് സൺലൈറ്റ് അബ്സോർപ്ഷൻ, അതായത് ഭൂമിക്ക് അധികം ചൂട് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മുടെ പ്ലാനറ്റ് മാറും എന്ന് പറയുകയാണ്. ആൻഡ് ദിസ് കൂളിംഗ് കുഡ് എക്സ്പാൻഡ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് മോർ സൺലൈറ്റ് ആൻഡ് പൊട്ടൻഷ്യലി കോസിങ് ഫർദർ കൂളിംഗ്. സോ നമ്മുടെ ഒരു കാലാവസ്ഥ, നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടും പാടില്ല, നല്ല തണുപ്പും പാടില്ല അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇക്വലിബ്രിയം മോഡലിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാലാവസ്ഥ വേണ്ടത്. നല്ല ചൂടുള്ളൊരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷം എന്ന് പറയുമ്പോഴും നമുക്ക് അത് കഴിയില്ല. അന്റാർട്ടിക്ക പോലെയുള്ള ഇടങ്ങളിലൊന്നും എന്തുകൊണ്ടാണ് മനുഷ്യവാസം ഇല്ലാത്തത്? അതായത് എന്തും ഒരു എക്സ്ട്രീം ലെവലിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഓവർ ഗ്രേസിങ് ലാൻഡ്, അതുപോലെ തന്നെ ഡീഫോറസ്ട്രേഷൻ, അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് കുറയ്ക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അത് കാരണം എർത്ത് എന്നുള്ള പ്ലാനറ്റ് നാളെ ഒരിക്കൽ ചിലപ്പോൾ തണുത്ത് മരവിച്ച നിൽക്കുന്ന ഒരു ഗ്രഹമായിട്ട് മാറാം. നെക്സ്റ്റ്, എർത്ത് ഈസ് അവർ ഓൺലി ഹോം. വീനസ് ഈസ് ടു ഹോട്ട് ആൻഡ് മാർസ് ഈസ് ടു കോൾഡ്, ബട്ട് എർത്ത് ഈസ് ജസ്റ്റ് റൈറ്റ് ഫോർ ഹ്യൂമൻസ്. നോക്കൂ, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വീടാണെന്ന് പറയുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഇടം അതാണല്ലോ നമ്മുടെ വീട്. സോ വീനസ് ഈസ് ടു ഹോട്ട് ആൻഡ് മാർസ് ഈസ് ടു കോൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീനസ് എന്ന് പറയുന്ന ഗ്രഹം വളരെ ചൂടുള്ളൊരു ഗ്രഹമാണ്, മാർസ് എന്ന് പറയുന്ന ഗ്രഹം വളരെ തണുത്തൊരു ഗ്രഹമാണ്. അപ്പോൾ എവിടെ നമുക്ക് ജീവൻ്റെ സാധ്യതകൾ ഇല്ല എന്ന് പറയുകയാണ്. ബട്ട് എർത്ത് ഈസ് ജസ്റ്റ് റൈറ്റ് ഫോർ ഹ്യൂമൻസ്. പക്ഷേ ഭൂമി എന്ന് പറയുന്നത് അവിടെ ചൂടുമുണ്ട് തണുപ്പുമുണ്ട്, ഒരു ഇക്വലിബ്രിയം മോഡലിലാണ് നിലവിൽ. അതുകൊണ്ട് അത് പോസിബിളാണ്, അതായത് ലൈഫിന് പോസിബിളാണ് അവിടെ. ഹവെവർ, എന്നിരുന്നാലും അവർ ക്ലൈമാറ്റ് മൈറ്റ് ബി അൺസ്റ്റേബിൾ ഡ്യൂ ടു അവർ ആക്ഷൻസ്.
മനുഷ്യരുടെ പ്രവർത്തികൾ കാരണം നമ്മുടെ ക്ലൈമാറ്റ് ഇപ്പോൾ അൺസ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. വി ആർ ഹാമിങ് ദ പ്ലാനറ്റ് ഇൻ സീരിയസ് വേയ്സ്. നമ്മൾ വളരെ ഗുരുതരമായ വീഴ്ചകൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. ആൻഡ് ബട്ട് വി ഡോണ്ട് നോ ദ ലോങ് ടേം എഫക്ട്സ്. ക്ലൈമാറ്റ് സ്റ്റഡീസ് ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് ആൻഡ് നോട്ട് വെൽ ഫണ്ടഡ്. ഈ ക്ലൈമാറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഒരുപാട് വിങ്സുകൾ, ഒരുപാട് പഠനശാഖകളും മറ്റും എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ള ഫണ്ട് പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു രീതിയിൽ അതിനെ നോക്കിക്കാണുന്നില്ല എന്നുകൂടി ഇദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ആൻഡ് നെക്സ്റ്റ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ വെൻ ഹ്യൂമൻസ് ഫസ്റ്റ് അപ്പിയർഡ് എർത്ത് വാസ് ഓൾറെഡി ഓൾഡ്. നൗ അവർ ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജി അലോ അസ് ടു ഇമ്പാക്റ്റ് ദ ക്ലൈമാറ്റ്. നമുക്കറിയാം, നമ്മുടെ ഇൻ്റലിജൻസ്, ടെക്നോളജി, അതിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആദിമ മനുഷ്യരെ പോലെയാണോ ഇപ്പോൾ നമ്മൾ? ഒരിക്കലുമല്ല. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അത് ടെക്നോളജിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഇൻ്റലക്ച്വൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇതൊന്നും നല്ല രീതിയിൽ നമ്മൾ ക്ലൈമാറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഈ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അത് ഒരു അഡ്വേഴ്സ് എഫക്റ്റായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് പ്രകൃതിയുടെ മേലെ അതൊരു ആഘാതമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ടെക്നോളജിയൊക്കെ വർദ്ധിച്ചപ്പോൾ, നമ്മൾ ലാസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ള ഡോക്യുമെൻ്ററി ഫിലിമിൽ പറഞ്ഞതുപോലെ, ടെക്നോളജിയൊക്കെ വർദ്ധിച്ച സമയത്ത് ഈ മരം കട്ട് ചെയ്യുന്ന പരിപാടികൾ, ഈ ഡീഫോറസ്ട്രേഷൻ, അതൊക്കെ കുറച്ചുകൂടി വേഗത്തിലാക്കാനായിട്ട് സാധിച്ചു ഈ ടെക്നോളജി ഡെവലപ്പായപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രകൃതിയെ ഈ ടെക്നോളജിയും ഇൻ്റലിജൻസും ഒക്കെ വർദ്ധിച്ചപ്പോൾ, ഡെവലപ്പ് ആയപ്പോൾ, അത് പ്രകൃതിക്ക് അതൊരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. വി മസ്റ്റ് ഡിസൈഡ് ഹൗ ടു യൂസ് ദിസ് പവർ. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഇനിയെങ്കിലും നമ്മൾ തീരുമാനിക്കണം, നമ്മളുടെ ബുദ്ധിശക്തികൾ, നമ്മളുടെ ടെക്നോളജിക്കൽ പവർ, അതൊക്കെ എങ്ങനെ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം സീരിയസ് ആയിട്ട്. വിൽ വി ഇഗ്നോർ ദ കോൺസിക്വൻസസ് ദാറ്റ് എഫക്റ്റ് എവരി വൺ. അപ്പോൾ ഈ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അനന്തരഫലങ്ങളാണ്. അതായത് ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമാറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, അതൊക്കെ നല്ല രീതിയിൽ കോൺസിക്വൻസസ് ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇനിയും എത്ര കാലം നമുക്ക് പോകാൻ പറ്റും? ഡു വി കെയർ മോർ അബൌട്ട് ഷോർട്ട് ടേം ഗെയിൻസ് ദാൻ ദ പ്ലാനറ്റ്സ് ഹെൽത്ത്. മനുഷ്യർ പലപ്പോഴും ഷോർട്ട് ടേം ഗെയിൻസിന് അത് ആഗ്രഹിക്കുന്നവരാണ്. ഷോർട്ട് ടേം ഗെയിൻസ്, എന്തെങ്കിലും ചെറുതായിട്ട് നേടുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നിലനിന്നാൽ മാത്രമല്ലേ നമുക്ക് കുറേ കാലം ജീവിക്കാനും കുറേ കാലം പലതും നേടാനും ഒക്കെ പറ്റുള്ളൂ. ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന മനുഷ്യരുടെ അവസ്ഥ പോലെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടിയിട്ട് മനുഷ്യൻ പ്ലാനറ്റിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർ വിൽ വി തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മളെപ്പോഴും ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൻഡ് വർക്ക് ടു പ്രൊട്ടക്ട് എർത്ത്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ പറയുന്ന ഭൂമി നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും ഒരു തലമുറ ഇവിടെ ഉണ്ടാവാനുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ട് അവരെ കൂടെ നമ്മൾ മുന്നിൽ കണ്ട് നമ്മൾ പ്രകൃതിയെയും ഭൂമിയും ഒക്കെ സംരക്ഷിക്കേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകത എടുത്തു പറയുകയാണ് ഈ ഒരു സെഷനിൽ. എർത്ത് ഈസ് സ്മാൾ. ഭൂമി എന്ന് പറയുന്നത് ചെറുതാണ്. ആൻഡ് ഫ്രജൈൽ, ദാറ്റ് മീൻസ് വീക്ക്. ഇറ്റ് നീഡ്സ് ടു ബി ചെറിഷ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയെ നമ്മൾ ചെറിഷ് ചെയ്യണം, നമ്മളതിനെ പരിപോഷിപ്പിക്കണം, നമ്മളതിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിഷ് ചെയ്യണം. സോ ഇത്രയും പോയിൻറ്റ്സുകളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ടെക്സ്റ്റിൽ, അതല്ലെങ്കിൽ ഈ പറയുന്നൊരു ചാപ്റ്ററിൽ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, താങ്ക് യു ഓൾ.